വടകര കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം കുട്ടി ഹാജിയുടെ വീട് MLA KK രമ സന്ദർശിച്ചു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇബ്രാഹിമിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും സൊസൈറ്റിക്കെതിരെ ശക്തമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും KK രമ MLA പറഞ്ഞു. ആത്മഹത്യ ചെയ്ത ഇബ്രാഹിമിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു MLA. ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അങ്ങേയറ്റം വേദനാജനകമായ. ഇത് വളരെ കർശനമായ നടപടി ഉണ്ടാവണം, കർശനമായ പരിശോധന. പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തി ഇതിന്റെ കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ ഉണ്ടാവണം. ബാങ്കിൽ നിക്ഷേപിച്ചതാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം മരണമൊഴിയായിട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം ആ നിക്ഷേപിച്ച പൈസ കിട്ടാത്തതിന്റെ പ്രയാസത്തിലാണ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിക്ഷേപകർക്ക് പണം കിട്ടാനുണ്ട് എന്ന് വാർത്തകളും വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം നടത്തണം. ഇതിനെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം. കർശനമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പോലീസ് ഇത് നേരത്തെ പരാതിപ്പെട്ടിട്ടും പോലീസ് അതിന്റെ പേരിൽ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം പോലീസ് ആ കാര്യങ്ങൾ പരിശോധിച്ച് ഏറ്റവും ശക്തമായ നടപടി ഉണ്ടാവണം. എനിക്ക് തോന്നുന്നു സഹകരണ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ വശങ്ങളും പരിശോധിച്ച് വളരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പം മന്ത്രിയും ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ട്. അപ്പം വലിയ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തുനിന്നുണ്ട്. കർശനമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകണം. മേലിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉണ്ടാവണം. നമുക്കറിയാം, കരുവന്നൂരൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ എത്രയോ മനുഷ്യരുടെ ആത്മഹത്യ ചെയ്യുന്നതിലേക്കും നിക്ഷേപങ്ങൾ കിട്ടാതെ പറ്റിക്കപ്പെടുന്ന ഈ സാഹചര്യം ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ കണ്ടുവരികയാണ്. അപ്പൊ ഇതൊരു തുടർക്കഥയാവുന്നത് അവസാനിപ്പിക്കണം. ആളുകൾ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നത്. തങ്ങളുടെ നിക്ഷേപം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. പക്ഷെ അത് കിട്ടാതെ വരുമ്പോൾ, പല പ്രാവശ്യവും ബന്ധപ്പെട്ട് കിട്ടാതെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടിയാണ് നമുക്ക് ആവശ്യം. അതിനനുസരിച്ചുള്ള നടപടിയും അന്വേഷണങ്ങളും പോലീസിന്റെയും ബന്ധപ്പെട്ട വകുപ്പിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം. തീർച്ചയായിട്ടും അതിലൊരു സംശയവുമില്ല. അത് അത്തരം തട്ടിപ്പുകൾക്കൊന്നും ഒരു തരത്തിലും കൂട്ടുനിൽക്കാൻ സാധിക്കുന്നതല്ല. അതിനനുസരിച്ചുള്ള എല്ലാ പിന്തുണയും ഈ കുടുംബത്തിനും ഇതിന്റെ ഭാഗമായി മറ്റെല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കുടുംബാംഗങ്ങളെ നേരിട്ട് കണ്ടു. ഉമ്മയും മക്കളും ഒക്കെ ഉണ്ട്. മകൻ ഇന്ന് വന്നിട്ടേ ഉള്ളൂ, ഗൾഫിലായിരുന്നു. അപ്പം അവരുടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മുന്നോട്ടുള്ള മറ്റ് നിയമ നടപടികളുമായിട്ട് പോകുമ്പോൾ അതിനൊപ്പം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.